മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ലൈഫ് ഫാക്സ് മീഡിയ മലയാളം. ഒരു മിനിറ്റ് ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ലൈഫ് ഫാക്സ് മീഡിയ മലയാളം. നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നേക്കുന്നത് വാഗമണിലാണ്. വാഗമണിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലും ഭയങ്കര നല്ല ക്ലൈമറ്റ് ആണ്. നല്ല മഞ്ഞൊക്കെ പെയ്ത് നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ്. നല്ല കോടമഞ്ഞൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചുമ്മാ വെറുതെ കാണാൻ വേണ്ടി വന്നതല്ല. നമ്മൾ മുമ്പ് വന്നേക്കുന്ന പോലെ തന്നെ നമ്മുടെ പൊളാരിസ് വണ്ടിയുടെ പണിക്ക് വേണ്ടി നമ്മൾ വന്നേക്കുന്നതാണ്. അപ്പോൾ വാഗമണിൽ നമ്മൾ ഇതിപ്പോൾ ഒരു 5-6ാമത്തെ വട്ടമാണ് നമ്മൾ വാഗമണിലേക്ക് വരുന്നത്. പല വർക്കുകളായിട്ട് നമ്മൾ വാഗമണിലേക്ക് വരുന്നതാണ്. അപ്പം വാഗമണിൽ ഈ വണ്ടിയുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതായത് വണ്ടിയുടെ ബേക്കിൽ ആളുകൾ പാസഞ്ചർ ഇരിക്കുന്നതിൻ്റെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവിടെ ബോഡിയൊക്കെ പൊട്ടി പുറത്തേക്ക് വരാൻ തുടങ്ങി. കാരണം ഓടിക്കുന്നതൊക്കെ അമ്മാതിരി പോക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫൗണ്ടേഷനെല്ലാം പൊട്ടിപ്പോരാൻ തുടങ്ങി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് നമ്മളെല്ലാം കിട്ടിലും പൈപ്പ് എടുത്തിടുന്നുണ്ട്. പൈപ്പ് എന്ന് വെച്ചാൽ നല്ല ഗേജുള്ള പൈപ്പ്. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ബോഡിയെല്ലാം കെട്ടി, ഒരു ഓഫ് റോഡ് ബോഡിയെല്ലാം കെട്ടിയിട്ട് നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ആ വണ്ടി മാത്രമല്ല വേറൊരു വണ്ടിൻ്റെ പണി കൂടി ഉണ്ട്. മീൻസ് നമുക്ക് ഒരു വണ്ടിയുടെ എഞ്ചിൻ പണിയുണ്ട്. നമ്മൾ മുമ്പ് വന്നിട്ട് ഒരു എഞ്ചിൻ അഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വണ്ടീൻ്റെ പണിയും കൂടി ഉണ്ട്. ആ വണ്ടി ഇവിടെ പൊക്കി ചാരി വെച്ചേക്കും, കയറിട്ട് കെട്ടി വെച്ചേക്കും മേലേക്ക്. അപ്പോൾ ആ വണ്ടിയുടെ എഞ്ചിൻ വർക്കും കൂടി ചെയ്യാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടീൻ്റെയാണ്, വേറൊരു വണ്ടീൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും വേറെ വണ്ടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജിത്തുമോനും അതുപോലെ തന്നെ നമ്മുടെ റോയ്ച്ചനുമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ടൂൾസും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പം അങ്ങനെ നമ്മൾ പുതിയ സെറ്റപ്പിലേക്ക് മാറാണ്. ഇത് ജിത്തുവൻ ബേക്കിൽ വർക്ക് എടുത്തോണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ റോയ്ച്ചൻ ഇവിടെ ഉണ്ട്. റോയ്ച്ചൻ പുതിയ ആളാണ്. എവിയർ ആയുർവേദത്തിൽ നമ്മുടെ റോയ്ച്ചൻ മരുന്നുണ്ടാക്കാൻ അല്ലേ? മരുന്നുണ്ടാക്കാൻ വന്നേക്കുന്ന മരുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു നമ്മുടെ റോയ്ച്ചൻ. അപ്പോൾ റോയ്ച്ചൻ ഇപ്പം നമ്മുടെ കൂടെ ഇരുമ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജിത്തുമാൻ നമ്മുടെ നേരത്തെ വന്നുള്ള മുൻ വർക്കറാണ്. ജിത്തുമാൻ എന്നെ കേട്ടോ അവൻ ഒരയ്ക്കുന്നത്. അപ്പോൾ ഇതെന്തിനാ ഗ്രൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വേറെ ചെയ്സൊക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്സ് ആഡ് ചെയ്യുമ്പോൾ അത് തീരെ കനം കുറഞ്ഞ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊട്ടി പിന്നെയും പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ബോഡി ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഒരു കിട്ടിക്കാച്ചി ഓഫ് റോഡ് സെറ്റപ്പിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് വണ്ടി മാത്രമല്ല, നമ്മൾ വേറൊരു ഓഫ് റോഡ് വണ്ടി വേറെ ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്നൊരു വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. വാഗമണിലേക്ക് ഇനി ഒരു വണ്ടി ഇടാൻ വേണ്ടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വണ്ടി ഇടാം. അപ്പം ഇതൊരു കിടിലൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മൾ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പം കോടമഞ്ഞ് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ബേക്കിലൊന്നും കാണാനില്ല. കാരണം കോടമഞ്ഞ് മൊത്തം വന്ന് മൂടി ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും കോടമഞ്ഞാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 1:30 1:30 ഈ ഒരു കോടമഞ്ഞ് മൊത്തം കാണുന്നത്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇതിൻ്റെ ബേക്ക് സൈഡിലാണ് നടക്കുന്നത്. സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ കോടമഞ്ഞിന് ഹോയ്ഹോയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നിർത്തി വെച്ചിട്ടാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചെക്കന്മാർ വറക്കുന്ന കാണാമായിരുന്നു. അപ്പം നമ്മളപ്പോൾ ഇനി നമ്മുടെ ആ വണ്ടിയുടെ പണിയായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പം കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു 3-4 ദിവസമായി. അപ്പം ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ബാക്കി വർക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബൈ പറയുന്നില്ല, വർക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. വർക്കിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ബോഡി ഇങ്ങനെ കെട്ടാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്കി ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അതായത് ഈ ചെയ്സിലോട്ട് നമ്മൾ വേറൊരു ഇതിപ്പോൾ 2 2-സീറ്ററാണ്. അപ്പം ഇവിടെ നമുക്കിനൊരു 2-സീറ്ററും കൂടി കയറണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം എന്താടാ അവിടെ തട്ടുന്നത്? ഹോൾസിനകത്ത് റബ്ബർ വെച്ചുകൊണ്ടിരുന്നത്. ജിത്തുമൻ ആ റബ്ബറെല്ലാം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ബേക്കിൽ എന്താ ചെയ്യാൻ പോവാ? എടാ മറ്റേ കട്ടിയുള്ള പൈപ്പ് കിടത്തല്ല, കനമുള്ള പൈപ്പ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചേ. അത് നമുക്ക് ചെയ്യാം, സെറ്റാക്കാം. ആയിരുന്നോട്ടെ, ആ പൈപ്പ് എടുക്കടാ. ആ കനമുള്ള പൈപ്പ്. ഈ പൈപ്പാണ് മച്ചാ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചത്. നല്ല കനമാണ് മച്ചാ. അപ്പോൾ ഇത് നമ്മൾ ബോഡി സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ഓക്കെ, നമ്മൾ എക്സ്ട്രാ ചെയ്സ് കയറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം. സൈസിൽ വെച്ചാൽ മുറിച്ചോ. സൈസ് നമ്മളെല്ലാം ടേപ്പ് എടുത്ത് ചോദിച്ചാൽ അവിടെ അങ്ങനെ അടിച്ചോ.
ഈ എൻ്റെ പിടിച്ചു. നമ്മുടെ മോഡിഫിക്കേഷൻ ടീംസിലോട്ട് നമ്മൾ റോയിച്ചനും കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 32 ഇഞ്ച് മതി. 32 ഇഞ്ച് ഓക്കെ. 32 ഇഞ്ചിൽ 2 പീസ്. ഓക്കെ, അത് വേണ്ട. ഓക്കെ, 32 ഇഞ്ചിൽ 2 പീസ് ആണ് കേട്ടോ. ഈ 32 ഇഞ്ചിൽ 2 പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്സ് എക്സ്ട്രാ കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് പോകോ. അല്ല ചോദിച്ചോനെ, വീഡിയോ ഇഷ്ടമില്ലാത്തവരുടെ സ്കിപ്പ് അടിച്ച് നോക്കോ. ഇത് ഫുൾ മോഡിഫിക്കേഷൻ വീഡിയോസ് ആണ്. പെമ്പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കണമെന്നില്ല. പക്ഷേ പെമ്പിള്ളേരെ കൊണ്ട് ഈ വണ്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളുമാർ കാറിൽ നിലവിളിച്ച് ഈ ട്രാക്കിൽ കൂടെ വരത്തുള്ളൂ. കാരണം വെച്ചാൽ അമ്മമാർ പോക്കാണില്ല ഇവന്മാർ കൊണ്ടുവന്നത്. അപ്പോൾ ചെക്കന്മാർക്ക് 18-19 വയസ്സുള്ള ചെക്കന്മാരാണ് കൊണ്ടുവന്നത്. ചെക്കന്മാർ കൊണ്ടുപോയാൽ ഭ്രാന്തൻ ഓട്ടമാണ്. ഭ്രാന്തനോട്ട് കണ്ടില്ല, ടയറൊക്കെ ഇരിക്കുന്നല്ല. അപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലായി വണ്ടി നല്ല അത്യാവശ്യം ഓടുന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയുടെ വേറെ പ്രശ്നം അറിയോ, വണ്ടിയുടെ ബോഡി ചെരിഞ്ഞിരിക്കുന്നത്. ചുമ വന്നാൽ ചുമക്കാതിരിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ റോയിച്ചനെ നമ്മൾ കട്ടിങ് ഒക്കെ പഠിപ്പിച്ചു. അപ്പോൾ റോയിച്ചൻ ഇപ്പോൾ കട്ടറാണ്. അപ്പോൾ റോയിച്ചൻ്റെ ആദ്യത്തെ കട്ടിങ് ആണ്. അതായത് റോയിച്ചൻ ഇവിടെ നമ്മുടെ കൂടെ ടീമിൽ കൂടിയിട്ട് റോയിച്ചൻ്റെ ആദ്യത്തെ കട്ടിങ് ആണ്. റോയിച്ചാ ഐശ്വര്യ കുറവാൻ കട്ട് ചെയ്തു. റോയിച്ചൻ കറക്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്ത് റോയിച്ചൻ കട്ട് ചെയ്യുന്നുണ്ട്. മച്ചാമാരെ, അപ്പോൾ നമ്മൾ 2 പട്ടയും കൂടി കട്ട് എടുത്തിട്ടുണ്ട്. ഈ പട്ട നമ്മൾ ഈ ചെയ്സിലോട്ട് വെച്ചിട്ട് വെൽഡ് ചെയ്യണം. റോയിച്ച വെൽഡിങ് സെറ്റ് എടുത്ത് റോയിച്ച കണക്ട് ചെയ്തു. അപ്പം ഈ പട്ട ഇവിടെ കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വണ്ടിക്ക് ചെയ്സിന് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വണ്ടി അമ്മായി പോക്കാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം റൈഡേഴ്സിന് ഒരു ത്രില്ല് വേണ്ടി. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ നടത്താൻ പറ്റുന്നത്. റോയേ എന്താ വെച്ചാൽ റോയി, അപ്പം ഇതുപോലൊരു വണ്ടി നമുക്ക് ചെയ്തിട്ട് നമ്മൾ വാഗമണിൽ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല അട്രാക്ഷൻ ഒക്കെ ആയിരിക്കും. ആളുകൾക്ക് കയറുകയൊക്കെ ചെയ്യും. അങ്ങനെ പരിപാടിയൊക്കെയാണ്. ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ട്രിപ്പിന് 700 രൂപ കണ്ടാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ 700 രൂപയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഓടിക്കാൻ തരുമെന്നാണ്. പക്ഷെ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ചെല്ലുന്നിടം മൊത്തം നിങ്ങൾ ബ്രേക്ക് ചവിട്ടി പതുക്കെ പോകുള്ളൂ. കാരണം വെച്ചാൽ അത് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാക്ക് എങ്ങനെയായിരിക്കും. നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ഇവന്മാർ ഇവിടുന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചവിട്ടുന്ന ഈ താഴെ ഇറങ്ങി വരുമ്പോഴാണ് ബ്രേക്ക് ചവിട്ടുന്നത്. അല്ലാണ്ട് അമ്മ ബ്രേക്ക് കാര്യം വെക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറക്കമൊക്കെ നല്ല കുത്തനെ ഇറക്കമുണ്ട്. ആ കുത്തനെ ഇറക്കമൊക്കെ ഇറക്കുന്ന എങ്ങനെയാണല്ലോ ആക്സിഡന്റ് ചവിട്ടി ഇറക്കിയിട്ട് ഇറക്കുന്നത്. അതൊക്കെ ആ വഴി ജിത്തോനെ കൊണ്ട് ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ട് പോയായിരുന്നു. കുറച്ച് കൈപ്പണി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് തൂമ്പേൻ്റെ പണിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതുവഴി ഞാൻ എന്തായാലും പോയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളാ ഓടിക്കുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ലേക്ക് ഉണ്ട്. ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റിട്ടേൺ വരേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടി തെറിച്ചു പോകും. വണ്ടി ലേക്കിലോട്ട് പോകും. ലേക്കിൽ പോയി കഴിഞ്ഞാൽ എന്താണേലും ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരാം. കണ്ണ് കളയാൻ വയ്യ മിച്ചന്മാരെ. കാരണം കുളിങ്ങ സിറ്റിയിലെങ്കിൽ ഭയങ്കര വിഷയമാണ്. ഇറക്കിച്ചോടാ, ഇറക്കിങ്ങോ അവിടെ ചെല്ലുന്ന കാര്യമില്ല. അതൊക്കെ എടുത്തതാ. നീ ഇവിടെ കൂളിംഗ് ഗ്ലാസ് എടുത്തോ. വിഷയം അടിച്ചു പോയി ഗൈസ്. ചാവി ചാവിടാ. ചാവി പോകല്ല. പൊട്ടനാ മുതലാളി അവൻ. അപ്പം let's weld pata without glass.
ജിത്തനൊക്കെ മനസ്സിലായത് നീ എന്തോ പറഞ്ഞു പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഒരിക്കലടാ തേങ്ങ ഇല്ലാണ്ട് എങ്ങനെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം, ചിക്കൻ ഇല്ലാണ്ട് എങ്ങനെ ചിക്കൻ കറി വെക്കാം. നീ കണ്ടിട്ടില്ല? ചിക്കൻ ഇല്ലാണ്ട് എന്താ നല്ല മഞ്ഞത്തിങ്ങനെ ഇരുന്ന് എള്ളിയുമ്പോ എന്തൊരു സുഖമാണ്. മഞ്ഞത്തിരുന്ന് ഓരോന്നിങ്ങനെ നല്ല സുഖ. നല്ല സുഖല്ലേ? നല്ല സുഖ. റോയേ നിങ്ങാനും വരുമോ? റോയേ എവിടെയാണോ കൂളിംഗ് ക്ലാസ് ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? അവൻ അറിയത്തില്ല. എവിടെ പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്. എന്നെ പറ്റി പയ്യേ കൂളിംഗ് ക്ലാസ് ഞാൻ നിനക്ക് തന്നായിരുന്നു. എടാ ജിത്തുവിന്റെ വേഗം ഉണ്ടോ അവിടെ? ആ ജിത്തുവിന്റെ ഞാനുണ്ട്. ജിത്തുവിന്റെ വേഗം എടുത്തോ. എന്റെ വേഗം എവിടെയാടാ റോയിയെ? എടാ അവന്റെ വേഗം ഇവിടെ ഉണ്ടോ? കൂളിംഗ് ക്ലാസ് ഇവിടെ ഉണ്ടാവും. നീ എന്നെ വേക്കിലിട്ടേക്കുന്ന കൊറിയൻ പിള്ളേരുടെ ഡ്രസ്സോ? പുതിയ ഉടുപ്പാ, ഇമ്പോർട്ടഡ് ഫ്രം കോയമ്പത്തൂർ. ഡൽഹി. ഡൽഹി നീ അന്ന് കോയമ്പത്തൂർ പോയപ്പോട്ടല്ലല്ലോ ഇത് മേടിച്ചോണ്ട് വന്നേ. ഡൽഹി പോയ പോക്കിലല്ലേ മേടിച്ചോണ്ട് വന്നേ. ഡൽഹിക്കാർ മൊത്തം സാധനം മേടിക്കുന്ന കോയമ്പത്തൂർ. അത് കോയമ്പത്തൂർ എത്തിയപ്പോഴല്ലേ അറിയുന്നേ. ഇപ്പൊ മൈസൂരിൽ നിന്ന് ഇടുക്കി ഗോൾഡ് കൊണ്ടുവന്നുണ്ടല്ലോ. മൈസൂരിലേക്ക് ഇടുക്കി ഗോൾഡ് കൊണ്ടുവന്നുണ്ടല്ലോ. എന്നിട്ട് അത് മൈസൂർ എന്നല്ലേ പറയുന്നത്, അല്ലാതെ ഇടുക്കി ഗോൾഡ് എന്നല്ലല്ലോ. എന്നിട്ട് മൈസൂർ പാക്ക് കോഴിക്കോട് എത്തുമ്പോഴും മൈസൂർ പാക്ക് എന്നല്ലല്ലോ പറയുന്നത്, കോഴിക്കോട് പാക്ക് എന്ന് പറയുന്നുണ്ടോ? എടാ കണ്ണാടി നിനക്ക് അറിഞ്ഞൂടെ? കണ്ണാടി അടിക്കാൻ സ്പോട്ട് അടിക്കാൻ അറിയില്ല. അവന് കണ്ണിൽ ഇരുട്ട് വേണം, ഇരുട്ട് വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും. മൊത്തം ഒരു ഇരുട്ട്. കൊള്ളാമോ? എടാ ഇരിയൊക്കെ ഇവിടെ എന്തിന്? നിനക്ക് മേടിച്ചെന്തി? എന്റെ കണ്ണാടി നോക്കടാ. വേണ്ട നോക്കണ്ട പോയി. അതാവൻ കൊണ്ട് കളഞ്ഞു കാണും. അടുത്ത് പോടാ. അവിടെ ഒരാളെ ഞാൻ കണ്ടു, അവളും വൈറലായിക്കോട്ടെ. ആട് പോയി. അപ്പൊ മച്ചാമാരെ, അപ്പൊ നമ്മളിങ്ങനെ ഫ്രെയിം ഇവിടെ വെച്ച് നമ്മൾ കയറ്റിയിട്ടുണ്ട്. വെൽഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്പോട്ട് വെച്ചേക്കാണ്. അപ്പൊ നമ്മളിത് ഇവിടെ 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 നോക്കണം. ഇവിടെ നമ്മളൊരു ബോഡി ബ്രാക്കറ്റ് ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ സെയിം ഇതുപോലത്തെ നമ്മളിവിടെ ഇവിടെയും ഒരു ക്ലാമ്പ് വരും. സെയിം അതുപോലെ അപ്പുറത്ത് 4 ക്ലാമ്പ് വരും. അപ്പൊ ഈ ക്ലാമ്പന്മേലാണ് ഈ ഒരു ഫ്രെയിം നിൽക്കുക. അപ്പൊ ഈ ഫ്രെയിം ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലൂടെ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് ഷോക്ക് കഴിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഷോക്കൊന്നും അഴിക്കാൻ പറ്റില്ല. അപ്പം ഷോക്കെല്ലാം അഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഈ ബോഡി ബ്രാക്കറ്റ് നമുക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്യാം. അപ്പം അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞു. ലെവലായിരിക്കണം, കറക്റ്റ് ലെവലായിരിക്കണം ബ്രാക്കറ്റൊക്കെ വെക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പണിയെടുക്കണം. അതിലേക്ക് കണ്ടുപോകും. നല്ലോണം അടിച്ചിട്ട് ബാക്കി കൂടെ എടുത്ത് നോക്കി.
നമുക്ക് പിന്നെ അടിക്കാം. ഇരുന്നടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കയറ്റി വെച്ചിട്ടടിക്കും. അല്ല ജിത്തോനെ, എനിക്കിഷ്ടം മറ്റേ പാട്ടടിക്കുന്നത്, ഇരുത്തി അടിക്കുന്നോ? അതല്ലേ സുഖം. എനിക്ക് കയറ്റി ഇരുത്തി അടിക്കുന്ന ഇഷ്ടം. അപ്പൊ ഞാൻ ഒന്ന് കയറ്റി വെച്ചിട്ട് അടിക്കാന്ന് വിചാരിച്ചു. റോജിന് എന്തോ പറയാൻ വന്നത് പറഞ്ഞു. റോജിനാണ് ഇഷ്ടം, റോജിനെ കിടത്തി വെച്ച് അടിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് കയറ്റി വെച്ച് അടിക്കുന്നത് ഇഷ്ടം. ഇവന് ഇരുന്നിട്ട് അടിക്കുന്നു. അപ്പൊ കിടന്നിട്ട് കയറ്റിയിട്ട് ഇരുന്നിട്ട് ഏതെല്ലാം അടിയുണ്ട്, പലതരം അടിയുണ്ടല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടിയല്ല കേട്ടോ, കടന്നിട്ടടിക്കുന്ന കാര്യം, ഇരുന്നിട്ടടിക്കുന്ന ഒരു ബിൽഡിംഗ് അടിക്കുന്ന കാര്യം പറയുന്നത്. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ചെറിയ പിള്ളേരാണ്, കുഞ്ഞു പിള്ളേരാണ്, കുഞ്ഞു മക്കളാണ്. അപ്പൊ കുഞ്ഞു മക്കൾക്കൊന്നും നീ